ലോലിതൻ പുതിയ കലാസപരിയുമായി. കേരളത്തിലെ പ്രമുഖ നാടക സീരിയൽ നടനും ഗായകനുമായ ലോലിതൻ കലാവേദിയിൽ കളം മാറ്റുന്ന കാഴ്ചയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം സാക്ഷിയാകും. നാടക മുഹൂർത്തങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും ഉൾപ്പെടുത്തിയ നവീനതരം സംഗീത കാഴ്ച ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അരമനയിൽ. ലോലിസം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ സംഗീത പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിക്കാനാണ് തീരുമാനം. ലോലിസം, ആഹാ, നല്ല പേര്. എന്തൊക്കെയുണ്ട് സെക്രട്ടറി വിശേഷങ്ങൾ? വിശേഷമൊക്കെ നല്ല വിശേഷം തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത അത്ര പണിയുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ഇനി അതിന്റെ ഇടയിൽ കൂടെയാണ് ഗുസ്തി മത്സരം. നിങ്ങൾ ആരായിട്ടാ ഗുസ്തി പിടിക്കാൻ പോണത്? അഖില കേരള ഗുസ്തി മത്സരം നടക്കണേ നമ്മുടെ പഞ്ചായത്തിലല്ലേ? ഓ, ഞാനത് മറന്നു. ഇനിയിപ്പോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ ഗുസ്തി മത്സരത്തിന്റെ മുഴുവൻ ചുമതല എന്റെ തലയിലാണ്. ഭാരവാഹിത്വം കണക്കെടുപ്പ് നോക്കലൊക്കെ ഉള്ളു നിങ്ങൾക്ക്. ബാക്കിയൊക്കെ കിടക്കണം എന്റെ തലയിലല്ലേ? അല്ലെങ്കിൽ തന്നെ ഭാര്യനും കുട്ടിയോളം കണ്ടത് ദിവസം കുറയും. ഇനിയിപ്പോ ഗുസ്തിയും കൂടി തുടങ്ങി എന്താണ്ടാവാന്ന് അറിയില്ല. സെക്രട്ടറി, നമുക്ക് ഈ ഗുസ്തി മേളയെക്കാട്ടിലും ശോഭിക്കേണ്ടത് അതിന്റെ ഉദ്ഘാടനവും സമാപന സമ്മേളനവുമാണ്. ഉദ്ഘാടനവും സമാപനം ഒന്നും കായില്ലാണ്ട് ഒരു കലക്കൊന്നും നടക്കൂല കേട്ടോ. കായ് ഉണ്ടാക്കാൻ നിങ്ങൾ പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ സെക്രട്ടറി? അല്ല, പറയാണ്. പിന്നെ ഉദ്ഘാടനം ഒരു മഹാസംഭവമാക്കാൻ ഞാൻ ഒരു പരിപാടി കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താണ്? കൂട്ടോട്ടോ? ഊട്ടയോട്ടൊന്നും അല്ലാന്ന്, അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. മാലപ്പടക്കം പൊട്ടിക്കാവും? മാലപ്പടക്കമല്ല, അതിനേക്കാൾ ഞെട്ടും. എന്താണ്? ലോലിസം. ലോലിസം? അല്ല, അതിനിപ്പോ ഈ ലോലിതെന്ന് പറഞ്ഞ ആള് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. എങ്ങനെയാണ്? പൈസ കൊടുക്കണമെന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ വീഴാത്ത ലോലിതുണ്ടോ? അതിന് ഫണ്ട് എവിടെയാണ്? നിങ്ങൾ ഈ പരാതി മാത്രം പറയാൻ നിൽക്കുന്നത് എന്തിനാണ്? ഫണ്ടിന്റെ കാര്യങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? ഫണ്ട് നമുക്ക് ഉണ്ടാക്കാം, അല്ലാതെ ഫണ്ടില്ല എന്ന് പറഞ്ഞ കാര്യം നടക്കണ്ടേ? സുഗത, എന്താ? അല്ല, ഞാൻ കാശിന്റെ കാര്യം. സെക്രട്ടറി, ഇത് സുഗതൻ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഇയാള് കൂലിപ്പണിക്കാരനാ. ഇയാളുടെ ഭാര്യയ്ക്ക് കരളിന് അസുഖ. ചികിത്സക്ക് കുറച്ച് പൈസ വേണം. അല്ല, ഞാൻ ചെയ്യാനാണ്. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധിന്നേ ഒരു 5000 ഉറുപ്പ്യ ധനസഹായം വേണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർ അതൊന്ന് പറഞ്ഞ് ശരിയാക്കി കൊടുക്കണം. അപേക്ഷയൊക്കെ ഞാൻ കണ്ടു. അതിന് കായ് വേണ്ട, ഫണ്ട് കാലിയാണ്. സാറേ, വെറും 5000 ഉറുപ്പ്യല്ലേ ഉള്ളൂ സാറേ. അത് നിങ്ങൾക്ക് നിസാരല്ലേ? എനിക്കാണെങ്കിൽ ആ കാശ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരവും. ശരിയാക്കാം കേട്ടോ. ഞാൻ എപ്പോഴാണ് വരണ്ടേ? അതിന് ഈ മേളൊന്ന് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. മേളയോ? അതെ സുഗത, നമ്മുടെ പഞ്ചായത്തിന് ഒരു വലിയ ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. എന്താ? അഖില കേരള ഗുസ്തി മത്സരത്തിന്റെ വേദി നമ്മുടെ പഞ്ചായത്താണ്. മേള എത്രമാത്രം വിജയിപ്പിക്കാമോ അത്രമാത്രം നമ്മൾ വിജയിപ്പിക്കണം. അതിനെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത എന്താണ്? ഒരു പ്രാദേശിക സ്നേഹമൊക്കെ ഉണരട്ടോ? അല്ല, 5000 ഉറുപ്പ്യം കൂടി എടുക്കാനില്ലാന്നും കേട്ടു. മേള കൊഴുക്കും വേണം. അതിന്റെ സന്തോഷത്തിലാ സാർ. സന്തോഷത്തിലാ ഞാൻ. ഫണ്ടില്ലെങ്കിലും പരിപാടി നമ്മൾ നടത്തണം. അതൊക്കെ നടത്തണം. അതാണ് ചെയ്യേണ്ടത്. ഭാര്യയ്ക്ക് കരളിന് അസുഖം, എന്നിട്ട് അവന്റെ അഹങ്കാരം കണ്ടില്ലേ?